കാലത്ത് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുക എന്നത് ദുസ്സഹനീയമായ ഒന്നായിരുന്നു അല്ലെ. തിക്കിത്തിരക്കിയുള്ള ഒരു യാത്ര, എങ്ങനെയെങ്കിലും വീട് എത്തിച്ചേരണമെന്ന് വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സ്ലീപ്പർ ക്ലാസ്സുകളിലെ യാത്ര ദുരിതമെന്ന് പറയുന്നതിലും ഭേദം അതിസാഹസികം എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഇന്ത്യൻ റെയിൽവേയുടെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരാഴ്ച ഹോസ്പിറ്റലിലും കിടക്കും. ഇതൊക്കെയായിരുന്നു അവസ്ഥ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഒരു കാലമല്ല ഇന്ത്യക്കുള്ളത് അല്ലെ. അതൊക്കെ മാറി മറ്റ് വൻകിട രാജ്യങ്ങളെ പോലെ റെയിൽവേയുടെ കാര്യത്തിലും ഇന്ത്യ മാറി തുടങ്ങി. അതിനൊരു ഉദാഹരണം തന്നെയാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് ഇന്ത്യൻ റെയിൽവേയുടെ മാറ്റങ്ങളുടെ തുടക്കം തന്നെയാണ്. അതിന് നമ്മൾ ഇന്ത്യക്കാർ അഭിമാനിക്കുക തന്നെ വേണം. ഈ ട്രെയിൻ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ യാത്രാ ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത്. ഇതിനു മുന്നിലുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയും അതുപോലെ ചൈനയും റഷ്യയും ഒക്കെയാണ്. അടുത്ത കാലത്തായി, അതായത് മോദി സർക്കാരിന്റെ വരവോടെ ഇന്ത്യൻ റെയിൽവേ വളരെ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കോവിഡിന് ശേഷം ഇന്ത്യൻ റെയിൽവേക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പൂർവാധികം ശക്തിയോടെ, അതും പുത്തൻ ആശയങ്ങളോടെയാണ് ഇന്ത്യൻ റെയിൽവേ വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് വന്ദേ ഭാരത്. നരേന്ദ്രമോദി സർക്കാരിന്റെയും അതുപോലെ അശ്വിനി വൈഷ്ണവിന്റെയും തലയിലുദിച്ച ഒരു ആശയമായിരുന്നു വന്ദേ ഭാരത് എന്നത്. ഇവരുടെ ഈ ഒരു ആശയം ഇന്ത്യൻ റെയിൽവേയുടെ രൂപത്തെയും ഭാവത്തെയും മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ ശീലിച്ച ട്രെയിൻ യാത്രകളല്ല വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇപ്പം യൂറോപ്യൻ രാജ്യത്തുള്ള ട്രെയിനുകൾ സന്ദർശിച്ചവർക്കറിയാം, അതുപോലുള്ള സംവിധാനങ്ങളാണ് വന്ദേ ഭാരതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ട്രെയിൻ സങ്കല്പങ്ങളിൽ നിന്നും അടിമുടി വ്യത്യാസമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം, അതായത് അശ്വിനി വൈഷ്ണവ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള റെയിൽവേ യൂണിറ്റിൽ BEML ലിമിറ്റഡ് അഭിമാനപൂർവ്വം നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സെറ്റിന്റെ കാർ ബോഡി ഘടന ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതൊരു ചരിത്ര നിമിഷം അടയാളപ്പെടുത്തുക തന്നെയായിരുന്നു. അതുപോലെ രാജ്യത്തെ പരമ്പരാഗത 40,000 റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരതിന്റെ നിലവാരത്തിലേക്ക് മാറ്റുമെന്ന് നിർമ്മല സീതാറാം പറഞ്ഞിരുന്നു ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വലിയ രീതിയിൽ അഭിമാനിക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ്. വരുന്ന ഏതാനും വർഷത്തിനുള്ളിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യൻ റെയിൽവേക്ക് സാധിക്കുമെന്ന് ഉറപ്പുമാണ്. ഇന്ന് രാജ്യത്ത് 82 വന്ദേ ഭാരത് സർവീസാണ് നിലവിലുള്ളത്. ഇന്ത്യ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനത്തോടു കൂടിയ ട്രെയിനുകൾ. ഇനി കേരളത്തിന്റെ വികസന പാതയിൽ വന്ദേ ഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല അല്ലെ. അതിവേഗ സർവീസും പിന്നെ സമയ ലാഭവുമാണ് മറ്റു ട്രെയിനുകളിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇന്ത്യ ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയിൽ ഉയർന്നിരിക്കുന്ന ഒന്നാണ്. ഈ ഒരു സാമ്പത്തിക ഉയർന്നെഴുന്നേൽപ്പ് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെയും അതുപോലെ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ റെയിൽവേയിൽ വന്നിരിക്കുന്ന മാറ്റം കൂടി ആയപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിന്റെ ധാരണയിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വൻകിട രാഷ്ട്രങ്ങളെ പോലെ ഇന്ത്യയും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെപ്പൺസ് നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും സമ്പദ് വ്യവസ്ഥയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം ഇന്ത്യ കുതിക്കുകയാണ്. ഇനി ഒരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റെയിൽവേയുടെ വികസനം നമ്മൾ സ്വപ്നം കാണുന്നതിന് മുകളിലുമായിരിക്കും. ഇന്ത്യയുടെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ മോദി സർക്കാരിൽ നിന്നും ഇതിലും വലിയ സംഭാവനകൾ ഇനിയും നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.